Dear students, welcome back to Easy Lessons. In the last video, we have already seen about the different types of functions in C. That is built-in functions and user-defined functions, and also we have seen the different parts of the elements. And here in this video, we will be discussing about the different types of user-defined functions. User-defined functions can be categorized into 5 different ways, that is functions with arguments and return value, functions with argument and no return value, functions with no arguments but having a return value, functions with no arguments and no return value, and functions with multiple return values. This categorization is mainly based on the type of passing arguments from calling function to the called function. നമുക്കറിയാം, നമ്മളൊരു ഫംഗ്ഷനിൽ നിന്നിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ നിന്നിട്ട് വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് മെയിൻ ഫംഗ്ഷൻ ഇസ് നോൺ ആസ് ദ കോളിംഗ് ഫംഗ്ഷൻ, ആൻഡ് നമ്മൾ ആരെയാണോ വിളിക്കുന്നത്, ഏത് ഫംഗ്ഷനെയാണോ കോൾ ചെയ്യുന്നത്, ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഈസ് എ കോൾഡ് ഫംഗ്ഷൻ. And usually we used to pass certain arguments from the calling function to the called function. പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ ആവണം എന്നില്ല. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യേണ്ടി വരാം, ചിലപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ ഓർ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് എങ്ങനെ പാസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടൈപ്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൾസോ ഡിപ്പെൻഡിങ് ഓൺ ദ റിട്ടേൺ വാല്യൂ. റിട്ടേൺ വാല്യൂവിനെ കുറിച്ച് നമുക്കറിയാം, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഫങ്ഷൻ അതിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂവിനെ കോളിംഗ് ഫങ്ഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത്. And the peculiarity of the return statement is that a return statement can only return a single value. ചില സിറ്റുവേഷൻസിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ, അതായത് വാല്യൂസ് നമ്മൾ റിട്ടേൺ ചെയ്യാറില്ല. ചില സിറ്റുവേഷൻസിൽ നമ്മൾ വാല്യൂസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട്, ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഓൾസോ ബേസ്ഡ് ഓൺ ഹൗ ദ റിട്ടേൺ വാല്യൂ ഈസ് ബീങ് പാസ്ഡ് ഓൺ ടു ദ കോളിംഗ് ഫംഗ്ഷൻ, ദ കാറ്റഗറൈസേഷൻ ഈസ് മെയ്ഡ്. ഇതിൽ ഓരോ കാറ്റഗറിയുടെയും പ്രത്യേകത എന്താണെന്ന് നോക്കാം. പ്രോഗ്രാമറിൻ്റെ ഫ്രീഡമാണ് ഏത് കാറ്റഗറി യൂസ് ചെയ്യാം എന്നുള്ളത് ഒരു പരിധി വരെ. ചില സിറ്റുവേഷൻസിൽ മാത്രമാണ് ഇന്നതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുക. ഫസ്റ്റ് കാറ്റഗറി ഈസ് ഫങ്ഷൻസ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഹാവിങ് റിട്ടേൺ വാല്യൂ. ദാറ്റ് ഈസ്, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം, ഞാനിവിടെ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മെയിൻ ഫംഗ്ഷൻ ഈസ് കോൾഡ് ആസ് ദ കോളിംഗ് ഫംഗ്ഷൻ and sum is the called function. And when a function is called from calling function, certain arguments are passed. ഇവിടെ നോക്കിയാൽ, ഈ ലൈനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കുറച്ച് ആർഗ്യുമെൻറ്റ്സിനെ നമ്മളിവിടെ പാസ് ചെയ്യുന്നുണ്ട്. N1, N2, N3. ഈ N1, N2, N3നെ നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുക. So actual arguments are those datas which are passed from the calling function to the called function. നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന ഡാറ്റാസാണ്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ കാൽക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഡാറ്റാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ യൂസറെ പ്രൊവൈഡ് ചെയ്ത് കോളിംഗ് ഫംഗ്ഷനിൽ നിന്നും കോൾഡ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യപ്പെടുന്ന കുറച്ച് ഡാറ്റാസിനെയാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുക. ഇനി നമുക്കറിയാം, whenever a function call is encountered, the program control will be shifted to the function definition. ഡെഫിനിഷനിൽ ചെല്ലുന്ന സമയത്ത് this actual arguments are being copied onto the dummy arguments or formal arguments. N1, N2, N3 എന്ന് പറഞ്ഞ വാല്യൂസിനെ XYZ എന്ന് പറഞ്ഞ 3 വാല്യൂസിലേക്ക് കോപ്പി ആവും. ഇനി N1, N2, N3നെ ഇനി നമുക്ക് അറിയില്ല, സം ഫംഗ്ഷൻ അറിയില്ല, ബിക്കോസ് N1, N2, N3 ആർ ലോക്കൽ വേരിയബിൾസ് ഓഫ് മെയിൻ ഫംഗ്ഷൻ ഓൺലി. So the values are being copied onto the local variables of function, that is x, y and z. x, y, z നെയാണ് ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ.
അങ്ങനെ പിന്നീടുള്ള ഫെർദർ കാൽക്കുലേഷൻസ് ഒക്കെ എക്സ് വൈ സെഡിലാണ് നമ്മൾ പെർഫോം ചെയ്യുക. സോ അനദർ ലോക്കൽ വേരിയബിൾ ഹാസ് ബീൻ ഡിക്ലെയർഡ് ഹിയർ ആസ് ടി and t equal to x plus y plus z. Sum of three elements are calculated and the result is a return to the main function or calling function using return statement. അപ്പോൾ എന്തുണ്ടാവും, ടിയുടെ വാല്യൂ ഇങ്ങോട്ട് തിരിച്ചു വരും. എങ്ങോട്ടാണ് തിരിച്ചു വരിക? ഫംഗ്ഷനെ കോൾ ചെയ്ത ലൊക്കേഷൻ എവിടെയാണോ ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റിലേക്ക് തന്നെ നമുക്ക് റിട്ടേണിങ് വരും. ആൻഡ് ദ വാല്യൂ ഓഫ് ടി ഈസ് ബീങ് കോപ്പീഡ് ഓൺ ടു എസ് because the t cannot be accessed in the main function because t is a local variable of function sum. So the value of t is copied onto the variable s, and here we can print the result as not as t, we can print the result as s. Okay, so this is the first category in which a function is called and certain arguments are passed from calling function to the called function, and after the calculation a return value is being returned to the calling function. Okay, രണ്ട് വഴിക്കും അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. And the next category is functions with arguments but not having any return value. സെയിം പ്രോബ്ലത്തിലാണ് ആ ഡിഫറൻസ് കാണിച്ചിട്ടുള്ളത്. So whenever the function is not returning a particular value, we have to specify the return type as void. That is a peculiarity. നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എഴുതുമ്പോൾ we have already told that we have to specify the return type. പക്ഷെ ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ you have to mention void keyword. So when a function is declared as a void sum int, that means sum is a user-defined function in which three values are being passed to the calling function as actual arguments and no value is being returned. Return value ഇല്ല എന്ന് കാണിക്കാനാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ void എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി നേരത്തെ പോലെ തന്നെ ബാക്കി 3 വേരിയബിൾസ് നമ്മൾ കൊടുത്തു, n1 n2 n3 റീഡ് ചെയ്തു. ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഡിഫറൻസ് ശ്രദ്ധിച്ചാൽ കാണാം. നേരത്തെ പ്രോഗ്രാമിൽ നമ്മൾ എസ് ഈക്വൽ ടു സം ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് കോൾ ചെയ്തിരുന്നത്. ഇവിടെ ഞാൻ വെറുതെ സിംപ്ലി ഐ ഹാവ് കോൾ ദ ഫംഗ്ഷൻ സം ഓഫ് n1 n2 n3 ബിക്കോസ് ഇവിടെ നമുക്ക് എസ്സിനെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, റിട്ടേൺ വാല്യൂ ഇങ്ങോട്ട് വരില്ല. അപ്പോൾ സമ്മിലേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ പോയി, ആക്ച്വൽ ആർഗ്യുമെൻസിൻ്റെ വാല്യൂ കോപ്പീഡായി, കാൽക്കുലേഷൻ നടന്നു. ഇൻസ്റ്റെഡ് ഓഫ് റിട്ടേണിങ് ദ വാല്യൂ എന്താ ചെയ്യുന്നത്, ആ വാല്യൂവിനെ അവിടെ തന്നെ പ്രിൻ്റ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ എഴുതാം. നോർമലി സെക്കൻഡ് കാറ്റഗറി ഓഫ് ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂസ്. ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ തന്നെ ഒരു മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, നമുക്ക് സമ്മും ആവറേജും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസ് ചെയ്ത് നമുക്കറിയാം വി ക്യാൻ ഓൺലി റിട്ടേൺ എ സിംഗിൾ വാല്യൂ. പക്ഷെ നമുക്ക് സമ്മും ആവറേജും കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ റിസൾട്ട്സ് വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സം കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ ആവറേജും കാൽക്കുലേറ്റ് ചെയ്യാം, രണ്ടും ഇവിടെ പ്രിൻ്റ് ചെയ്യാം. ക്ലോസിംഗ് ബ്രേസസ് കാണുമ്പോൾ എന്ത് സംഭവിക്കും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ കോളിംഗ് ഫംഗ്ഷനിലേക്ക് തിരിച്ചു പോകും. ഓൺലി ദ കൺട്രോൾ വിൽ ബി റിട്ടേൺഡ് ആൻഡ് ദ പ്രോഗ്രാം വിൽ കണ്ടിന്യൂ വിത്ത് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ദാറ്റ് ഈസ് the second category. And regarding the third category, function with no arguments but having a return value. ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മളൊരു റിട്ടേൺ വാല്യൂ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സെയിം പ്രോഗ്രാമിനെ തന്നെ ഞാനിവിടെ കറക്റ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഡിക്ലറേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഹിയർ സം ഇസ് എ ഫംഗ്ഷൻ വിച്ച് റിട്ടേൺസ് എൻ ഇൻറ്റിജർ വാല്യൂ. റിട്ടേൺ വാല്യൂ ഉണ്ട്, പക്ഷേ ഇവിടെ ആർഗ്യുമെൻറ്റ്സിൻ്റെ ബ്രാക്കറ്റ് എം ടി ആണ്, നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ സം കണ്ടോ, ഒരു എം ടി ബ്രാക്കറ്റാണ് പാസ് ചെയ്തിട്ടുള്ളത്, പക്ഷേ റിട്ടേൺ വാല്യൂവിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ടി എന്ന് പറഞ്ഞൊരു വേരിയബിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ സം എന്ന് പറഞ്ഞ കോള് കാണുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ കൺട്രോള്, പ്രോഗ്രാമിൻ്റെ കൺട്രോള് കോൾഡ് ഫംഗ്ഷനിലേക്ക് പോകും. അങ്ങനെ ഫംഗ്ഷൻ ഡെഫിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, 3 നമ്പേഴ്സ് റീഡ് ചെയ്തു, സം കാൽക്കുലേറ്റ് ചെയ്തു. ദ ഹോൾ പ്രൊസീജിയർ ഈസ് ബീങ് ഡൺ ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ.
റിസൾട്ടിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യുന്നു, കോളിംഗ് ഫംഗ്ഷനിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്നു. ആൻഡ് ദ വാല്യൂ ഈസ് ബീങ് കോപ്പിഡ് ഓൺ ടു ദ ലോക്കൽ വേരിയബിൾ ടി. ഇവിടെ ടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെയും ടി ആണ്. പക്ഷെ നമുക്ക് അറിയണം രണ്ട് ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ് അവർ. ഓക്കെ, ഈ ടി എന്ന് പറയുന്നത് സമ്മിൻ്റെ ലോക്കൽ വേരിയബിളാണ്, ഈ ടി എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ ലോക്കൽ വേരിയബിളാണ്. അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ടിയുടെ വാല്യൂ ഇവിടുത്തെ ടിയിലേക്ക് കോപ്പി ആവും, എന്നിട്ടാണ് നമ്മൾ റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. ടി തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, ഏത് വേരിയബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, ജസ്റ്റ് അങ്ങനെ യൂസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇതാണ് തേർഡ് കാറ്റഗറി. ഫോർത്ത് കാറ്റഗറിയിൽ എന്താണ്, നമ്മൾ ആർഗ്യുമെൻസും പാസ് ചെയ്യില്ല, റിട്ടേൺ വാല്യൂ ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് നമ്മൾ നോക്കൂ, ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വോയിഡ്, റിട്ടേൺ വാല്യൂ ഇല്ല, എം ടി ബ്രാക്കറ്റാണ്, സം എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു, ജസ്റ്റ് കോൾ ചെയ്തു, സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു വിത്തൗട്ട് എനി ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. പ്രോഗ്രാമിൻ്റെ കൺട്രോൾ മാത്രം ഇങ്ങോട്ട് വരും. ഇവിടെ 3 നമ്പേഴ്സ് നമ്മൾ റീഡ് ചെയ്തു, സം കാൽക്കുലേറ്റ് ചെയ്തു, പ്രിൻറ്റിങ് എല്ലാം ഇവിടെ കഴിച്ചു. റിട്ടേൺ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ വാല്യൂസ് ഒന്നുമില്ല, ജസ്റ്റ് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ മാത്രമായിരിക്കും. ഫംഗ്ഷൻ്റെ ക്ലോസിങ് ബ്രേസസ് കാണുമ്പോൾ തിരിച്ചു പോകുന്നത്. ലെങ്തി പ്രോഗ്രാംസൊക്കെ ആണെങ്കിൽ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് താഴെ എന്തൊക്കെയാണുള്ളത് അത് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഫോർത്ത് കാറ്റഗറി. സാധാരണ നമ്മൾ ലൈൻ വരയ്ക്കാൻ എന്തെങ്കിലും ഫോർമാറ്റിംഗ് പർപ്പസിനൊക്കെയാണ് ഫോർത്ത് കാറ്റഗറി യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ കാറ്റഗറീസിലേക്ക് ഒന്ന് തിരിച്ചു പോവുകയാണ്. ഇവിടെ നമ്മൾ 5ാമത്തെ കാറ്റഗറി പറഞ്ഞിരുന്നു, ഫങ്ഷൻസ് വിത്ത് മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ റിട്ടേൺ ഓൺലി സിംഗിൾ വാല്യൂ എന്ന്. പിന്നെ നമ്മൾ 5th കാറ്റഗറി ആയിട്ട് പറയുന്നു ഫങ്ഷൻസ് വിത്ത് മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂസ് എന്ന് പറയുന്നു. അതായത് ശരിക്കും മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് സീരില്ല. പക്ഷെ നമ്മൾ പോയിൻറ്റേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വെച്ചിട്ട് ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് an effect that multiple return values are being returned. നമുക്ക് പല ആൻസേഴ്സും ഒരുമിച്ച് കോളിംഗ് ഫംഗ്ഷനിലേക്ക് കിട്ടുന്ന പോലെ ഒരു ഫീലിംഗ് ജനറേറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂസിനെ തന്നെയാണ് കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസിലേക്ക് പോവാം. അതായത് ഫംഗ്ഷൻ ക്യാൻ ബി കോൾഡ് ഇൻ 2 different ways. Either we can use a call by value method or we can use call by reference method. കോൾ ബൈ വാല്യൂ മെത്തേഡാണ് നമ്മൾ ഇത്ര നേരവും കണ്ട മെത്തേഡ്. അതായത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് വാല്യൂസിനെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നു. വാല്യൂസാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. And as the actual arguments cannot be accessed in the function definition, these arguments are being copied onto the dummy arguments, and all the further procedures or all the further calculations are being done on these dummy arguments, and the changes made to the dummy arguments will not be reflected in the calling function. കോൾഡ് ഫംഗ്ഷനിൽ വരുത്തുന്ന മാറ്റങ്ങൾ കോൾഡ് ഫംഗ്ഷനിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ വേരിയബിൾസിനെ നമുക്ക് കോളിംഗ് ഫംഗ്ഷനിൽ വെച്ച് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ കോളിംഗ് ഫംഗ്ഷനിലെ ഒരു വേരിയബിളിനെ നമുക്ക് കോൾഡ് ഫംഗ്ഷനിൽ വെച്ചിട്ട് ചേഞ്ച് ചെയ്യാനോ, അതായത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ഡമ്മി ആർഗ്യുമെൻറ്റ്സിന് എന്ത് മാറ്റം വരുത്തിയാലും അത് കോൾഡ് ഫംഗ്ഷനിൽ റിഫ്ലക്റ്റഡ് ആയിരിക്കില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ വേരിയബിൾസ് ക്യാൻ ബി ആക്സസ്ഡ് ഓൺലി വിത്തിൻ ദ ഫംഗ്ഷൻസ് ഇൻ വിച്ച് ദേ ആർ ഡിക്ലെയർഡ്. അത് വാല്യൂ പാസ് ചെയ്യുന്നത് കൊണ്ടാണ്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത്, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, വി ക്യാൻ കോൾ എ ഫംഗ്ഷൻ യൂസിങ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. ഇൻ ദിസ് കോൾ ബൈ റെഫറൻസ്, instead of using values or instead of passing values, we are passing the address of the actual arguments.
അതായത് കോളിംഗ് ഫംഗ്ഷനിൽ നമ്മൾ ഡാറ്റ കൊടുത്തിരിക്കുന്ന ആ വേരിയബിൾസിൻ്റെ വാല്യൂസ് അല്ല ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക, പകരം നമ്മൾ അഡ്രസ്സാണ് പാസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അഡ്രസ്സ് പാസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ആക്ച്വൽ അഡ്രസ് സ്പേസുകളിലാണ് മാറ്റങ്ങൾ വരിക. സോ നമ്മൾ ഫംഗ്ഷൻ ബോഡിയിൽ നിന്നിട്ട് അല്ലെങ്കിൽ കോൾഡ് ഫംഗ്ഷനിൽ നിന്നിട്ട് ഈ കിട്ടിയിട്ടുള്ള അഡ്രസ്സുകളിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും ദാറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റഡ് ഇൻ ദ കോളിംഗ് ഫംഗ്ഷൻ ഓൾസോ. ഇതാണ് ബൈ ഡെഫിനിഷൻ ഇതിൻ്റെ ഡിഫറൻസ്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ നമുക്കൊരു പ്രോഗ്രാം വെച്ചിട്ട് നോക്കാം. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് എക്സാമ്പിൾ കോൾ ബൈ വാല്യൂ ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കോൾ ബൈ റെഫറൻസ് ആണ്. എന്താണ് ചേഞ്ചസ് നോക്കാം. ഇപ്പം ഇവിടെ മെയിൻ ഫംഗ്ഷനിൽ a ഈക്വൽ ടു 10 b ഈക്വൽ ടു 20 എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസിന് വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട്. സ്വാപ്പ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. അതിൽ എയും ബിയും ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. So what happens is that whenever the function is called, the program control will be taken onto the function definition and a will be copied onto x. So x becomes 10 and b is copied onto the y. So y becomes 20. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് കിടക്കുന്നത്. എക്സ് വൈ വേറൊരു ലൊക്കേഷനിൽ. അപ്പോൾ അത് കോപ്പിയാണ് ആയിട്ടുള്ളത് എക്സിലേക്കും വൈയിലേക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു തേർഡ് വേരിയബിൾ യൂസ് ചെയ്തു, ടി എന്ന് പറഞ്ഞൊരു വേരിയബിൾ യൂസ് ചെയ്ത് സ്വാപ്പ് ചെയ്തു എക്സിനെയും വൈനെയും. അതായത് ടി ഈക്വൽ ടു എക്സ്, എക്സ് ഈക്വൽ ടു വൈ, വൈ ഈക്വൽ ടു ടി എന്ന് പറഞ്ഞ് 3 സ്റ്റെപ്സ് യൂസ് ചെയ്ത് നമ്മൾ സ്വാപ്പ് ചെയ്തു. സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ആയി. അതായത് ഇപ്പോൾ എക്സ് 20യും വൈ 10ഉം ആയി. അപ്പോൾ നമ്മൾ ഫംഗ്ഷനിൽ അത് പ്രിൻ്റ് ചെയ്തു. പ്രിൻ്റ് ചെയ്തപ്പോൾ എക്സ് ഔട്ട്പുട്ട് ഇവിടെ നോക്കിയാൽ അറിയാം, എക്സ് 20 പ്രിൻ്റ് ചെയ്യും, വൈ 10 പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ്റെ ക്ലോസിംഗ് ബ്രേസസ് കാണുമ്പോൾ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ തിരിച്ച് ഫംഗ്ഷൻ കോളിലേക്ക് തിരിച്ചു പോകും. അവിടെ നമ്മൾ എനെയും ബിനെയും പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ വാല്യൂ തന്നെ, അതായത് എ ഈസ് സ്റ്റിൽ 10 ആൻഡ് ബി ഈസ് സ്റ്റിൽ 20 എന്ന് കാണാം. സോ എക്സിനും വൈക്കും വരുത്തിയ ഒരു ചേഞ്ചസും ഡമ്മി ആർഗ്യുമെൻസിന് വരുത്തിയ ഒരു ചേഞ്ചസും വിൽ നോട്ട് ബി റിഫ്ലക്റ്റഡ് ഇൻ ദ കോളിംഗ് ഫംഗ്ഷൻ ഇൻ ദ കേസ് ഓഫ് കോൾ ബൈ വാല്യൂ. ബട്ട് വാട്ട് ഈസ് ദ കേസ് ഓഫ് കോൾ ബൈ റെഫറൻസ്? കോൾ ബൈ റെഫറൻസിൽ നമ്മൾ പാസ് ചെയ്യുന്നത് അഡ്രസ്സാണ്. അപ്പോൾ കോൾ ബൈ റെഫറൻസിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ജസ്റ്റ് പോയിൻറ്റേഴ്സിനെ കുറിച്ചൊന്നും അറിയണം. ഓക്കെ, കോൾ ബൈ റെഫറൻസിലേക്ക് കടക്കുന്നതിനേക്കാൾ മുൻപ് വി ഹാവ് ടു നോ വാട്ട് ഈസ് എ കൺസെപ്റ്റ് ഓഫ് എ പോയിൻ്റർ. പോയിൻ്റർ ശരിക്കും ഒരു വലിയ കൺസെപ്റ്റാണ്, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. വേരിയബിൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വേരിയബിൾ ഈസ് ദ നെയിം ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ഇൻ വിച്ച് ദ ഡാറ്റ ഗിവൺ ബൈ ദ യൂസർ ഈസ് സ്റ്റോർഡ്. യൂസർ കൊടുക്കുന്ന ഓരോ ഡാറ്റാസും പ്രൈമറി മെമ്മറിയിലെ ഓരോ ലൊക്കേഷൻസിൽ സേവ് ചെയ്ത് വയ്ക്കുന്നു. ആ സേവ് ചെയ്ത് വയ്ക്കുന്ന ലൊക്കേഷൻസിൻ്റെ പേരാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരു വേരിയബിൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സപ്പോസ് ഇത് നമ്മൾ പ്രൈമറി മെമ്മറി ആണെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ ഒരു ലൊക്കേഷനിൽ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു വേരിയബിൾ എന്ന് പറയുമ്പോൾ ആ വേരിയബിളിന് 3 കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. വേരിയബിൾ വിൽ ബി ഹാവിങ് എ നെയിം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ, ഇഫ് ഐ എം ഗിവിങ് ദ വേരിയബിൾ ആസ് ദ നെയിം ആസ് രജിസ്റ്റർ നമ്പർ REGNO, ഇത് വേരിയബിളിൻ്റെ പേരാണ്. ഓക്കെ, ഇനി ഈ വേരിയബിളിൻ്റെ നെയിം എന്തിനാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അതായത് ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ നമുക്ക് നിറയെ വേരിയബിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വേരിയബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ പേര് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ നമ്പറാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള നെയിം എന്ന് പറയുന്നത്. ഇനി ഒരു വേരിയബിളിനെ സംബന്ധിച്ച് പിന്നെ ഒരു വേരിയബിളിന് ഉണ്ടായിരിക്കുക അതിൻ്റെ വാല്യൂ ആണ്. ഇപ്പോൾ സപ്പോസ് ദ വാല്യൂ ഗിവൺ ബൈ ദ യൂസർ ഈസ് 40. So 40 is the value of the variable. And also the variable will be having an address. അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിൾ എടുക്കുന്നത് ഒരു 2000 എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണെങ്കിൽ 2000 ഈസ് ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു വേരിയബിളിനോട് കണക്റ്റഡ് ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഫാക്ട്സ്. സോ വേരിയബിൾ ഹാസ് എ നെയിം, an address, a value.
ഇനി പോയിന്റേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സിമിലർ ടു വേരിയബിൾസ്. Pointers are also a special type of variables, but the difference is that the ordinary variables are used to store the values which are given by the user, whereas a pointer variable is used to store the address of another memory locations or another variables. സാധാരണ വേരിയബിൾസ് വാല്യൂ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ പോയിന്റർ വേരിയബിൾസ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾക്ക് പി എന്ന് പറഞ്ഞൊരു പോയിന്ററിനെ കൺസിഡർ ചെയ്യാം. നമ്മൾ പി എന്ന് പറഞ്ഞൊരു പോയിന്റർ കൺസിഡർ ചെയ്യാണ്. ഈ പി പോയിന്റർ വേരിയബിൾസിനെയും നോർമൽ വേരിയബിൾസിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു ആസ്ട്രിക് സിമ്പലിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മളെപ്പോഴും പോയിന്റർ വേരിയബിൾസിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഈ പോയിന്റർ വേരിയബിൾസിനും സാധാരണ വേരിയബിൾസ് പോലെ തന്നെ ഈ പോയിന്റർ വേരിയബിളിനും ഒരു അഡ്രസ്സൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതൊക്കെ എടുക്കുന്നത് ഒരു 7000 എന്ന് പറഞ്ഞ ഒരു അഡ്രസ്സിലാണെങ്കിൽ 7000 ഈസ് എ അഡ്രസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ പോയിന്റർ വേരിയബിൾ. The only difference is in the case of the value which is stored in the pointer variable. ഇതിലെ പോയിന്റർ വേരിയബിൾ വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സായിരിക്കും എന്ന് പറഞ്ഞു. സോ the user will not use a pointer variable to store the data. Instead it is used to store the address of another variable. ഞാനിവിടെ പിയിൽ 2000 എന്ന് പറഞ്ഞൊരു വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. സോ പി is a pointer to a location 2000 എന്ന് നമുക്ക് പറയാം. P points to 2000. അപ്പോൾ പിയുടെ അഡ്രസ്സ് എന്താണ്? പി എന്ന് പറഞ്ഞ പോയിന്റർ വേരിയബിളിൻ്റെ അഡ്രസ്സ് എന്താണ്? 7000 ആണ്. അതിലുള്ള വാല്യൂ എന്ന് പറയുന്നത് രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിനെ നമുക്ക് പി എന്ന് പറഞ്ഞ പോയിന്റർ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാമെന്ന് ചുരുക്കം. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മളൊരു കോഡ് വഴിയാണ് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളതൊന്ന് നോക്കാം. ഒരു പ്രോഗ്രാമിലാണെങ്കിൽ ഞാനിവിടെ ഇൻറ്റ് രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, കോമ സ്റ്റാർ പി എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ പോയിന്ററും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി രജിസ്റ്റർ നമ്പർ ഈക്വൽ ടു 101 എന്ന് പറഞ്ഞൊരു വാല്യൂ ഞാനിവിടെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഹിയർ ഐ ആം writing as p equal to ampersand register number. We know that the meaning of ampersand is address of. So p equal to ampersand register number means we are storing the address of register number in p. That means suppose a register number has an address of 2000. The value stored in p will be 2000. Okay, so what happens is that if I am printing as printf percentage d register number, we know that 101 will be printed. But if I am printing printf percentage d ampersand register number, രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിന് ഒരു അഡ്രസ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ അഡ്രസ്സായിരിക്കും ആംപർസാൻഡ് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്താൽ പ്രിൻ്റ് ചെയ്ത് കിട്ടുക. ഇതേപോലെ നമുക്ക് പീനെ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് printf percentage d പി എന്ന് പറഞ്ഞ പോയിന്റർ വേരിയബിളിലെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്താണ്? രജിസ്റ്റർ നമ്പറിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ 2000 ആയിരിക്കും പ്രിൻ്റ് ചെയ്ത് വരിക. ഇനി ഞാൻ printf percentage d ആംപർസാൻഡ് പി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി എന്ന് പറഞ്ഞ പോയിന്റർ വേരിയബിളിന് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കാം. സപ്പോസ് അത് 7000 ആണെങ്കിൽ 7000 വിൽ ബി പ്രിൻറ്റഡ്. And the peculiarity of pointer variable is that using this pointer variable we can access the value of the another variable register number. P യൂസ് ചെയ്ത് നമുക്ക് രജിസ്റ്റർ നമ്പറിനെ ആക്സസ് ചെയ്യാം. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർ പി എന്ന് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർ പി എന്ന് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വാല്യൂ അറ്റ് അഡ്രസ് വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ പി. പിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു അഡ്രസ്സ് ഉണ്ട്, ദാറ്റ് ഈസ് 2000. ആൻഡ് 2000ലുള്ള വാല്യൂ ദാറ്റ് ഈസ് 101 വിൽ ബി പ്രിൻറ്റഡ്. അപ്പോൾ അങ്ങനെയാണ് ഒരു പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്ത് നമുക്ക് വേറൊരു വേരിയബിളിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക. ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരുന്നാലാണ് കോൾ ബൈ റെഫറൻസ് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കോൾ ബൈ റെഫറൻസിലേക്ക് തന്നെ തിരിച്ചു പോവാം.
ഇവിടെ കോൾ ബൈ റെഫറൻസിൽ നമുക്ക് നോക്കിയാൽ അറിയാം, കോൾ ബൈ വാല്യൂ വെച്ചിട്ടുള്ള പ്രോഗ്രാം വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ആൻഡ് ലെറ്റ് us look on to the program which have implemented call by reference. Here swap x is a function which returns nothing, void എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, and which takes two arguments. And what is the peculiarity of these two arguments? The two arguments are pointer variables. പോയിന്റർ വേരിയബിൾസ് ആണ് നമ്മൾ ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യാൻ, അതായത് അഡ്രസ്സാണ് പാസ് ചെയ്യണമെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ ഇൻഡ് എന്ന് പറയുന്നതിന് പകരം നമ്മളവിടെ ഇൻഡിൻ്റെ കൂടെ ഒരു ആസ്റ്ററിക് സിമ്പലും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്, ഇൻഡ് സ്റ്റാർ കോമ ഇൻഡ് സ്റ്റാർ. സോ ടു അഡ്രസ് വാല്യൂസ് ആർ ബീങ് പാസ്ഡ് ഓൺ ടു ദ ഫംഗ്ഷൻ. ഓക്കെ, and in the program a equal to 10, b equal to 20, and we are calling the function swapx by passing the address of a and address of b. Suppose address of a is 1000 and address of b is 2000. 1000 2000 എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് ആയിരിക്കും ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാം. ഫംഗ്ഷനിൽ എത്തുന്ന സമയത്ത് ആസ് അഡ്രസ് ഈസ് ബീങ് പാസ്ഡ് ഹിയർ ആസ് ഫോർമൽ ആർഗ്യുമെന്റ് വി ഹാവ് യൂസ്ഡ് ടു പോയിന്റർ വേരിയബിൾസ്. അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ പോയിന്റർ വേരിയബിൾസിനെ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് പോയിന്റർ വേരിയബിൾസിനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സിൽ 1000 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ആവും, വൈയിൽ 2000 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ആവും, അഡ്രസ്സുകൾ സ്റ്റോർ ആവും. ഇനി ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? യൂസിങ് എ തേർഡ് വേരിയബിൾ, നോർമൽ വേരിയബിൾ, വി ആർ ഗോയിങ് ടു സ്വാപ്പ് ദ വാല്യൂസ്. ടി ഈക്വൽ ടു സ്റ്റാർ എക്സ്. വാട്ട് ഡു യു മീൻ ബൈ സ്റ്റാർ എക്സ്? എക്സ് എന്ന് പറഞ്ഞ പോയിന്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള അഡ്രസ്സ് ദാറ്റ് ഈസ് 1000, 1000ലുള്ള വാല്യൂ ദാറ്റ് ഈസ് 10. 10നെ നമ്മൾ ടിയിലേക്ക് എടുത്തു വയ്ക്കുന്നു. ഇനി എക്സ് പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷനിലെ വാല്യൂ, 1000ലെ വാല്യൂ എന്താക്കണം എന്ന് പറയണു? വൈ പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷനിലെ വാല്യൂ, വൈ പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 2000 ആണ്. 2000ലുള്ള 20നെ എടുത്തിട്ട് 1000ൽ വെക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ 2000ൽ എന്ത് വയ്ക്കാൻ പറഞ്ഞു? 10നെ വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുത്തുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ആക്ച്വൽ ലൊക്കേഷൻസിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ലൊക്കേഷൻസിൽ കറക്റ്റ് ചേഞ്ച് വരുന്നത് കൊണ്ട് ഇവിടെ എക്സും വൈയും പ്രിൻ്റ് ചെയ്യുമ്പോൾ എക്സ് 20 ആയി, വൈ 10 ആയി. തിരിച്ചു പോയിട്ട് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഇവിടെ താഴെ എയും ബിയും പ്രിൻ്റ് ചെയ്യുന്ന സമയത്തും വാട്ട് വിൽ ബി പ്രിൻറ്റഡ്? എ ആൻഡ് ബി ഹാസ് ബീൻ ചേഞ്ച്ഡ്. കാരണം ആ കറക്റ്റ് ലൊക്കേഷൻസിലാണ് നമ്മൾ മാറ്റിയത്. അപ്പോൾ എ എന്ന് പറയുന്നത് 20 ആയിട്ടുണ്ടാവും, ബി എന്ന് പറയുന്നത് 10 ആയിട്ടുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇത് ഈ ഒരു ഏരിയ മെയിൻ ഫംഗ്ഷൻ്റെ വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയയും ഇത് ഫംഗ്ഷൻ്റെ വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. സപ്പോസ് അതിൻ്റെ അഡ്രസ്സ് 1000 ആണ് നമുക്ക് വിചാരിക്കാം. ആൻഡ് ദ വാല്യൂ വാസ് ഇനീഷ്യലൈസ്ഡ് ആസ് 10. അതുപോലെ ബി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. ആൻഡ് സപ്പോസ് അഡ്രസ് ഇസ് 2000 ആൻഡ് ദ വാല്യൂ ഈസ് 20. ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തപ്പോൾ ഇങ്ങോട്ട് പാസ് ചെയ്തത് എന്താണ്? അഡ്രസ് ഓഫ് എ ആണ് പാസ് ചെയ്തത്. അതായത് എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റർ വേരിയബിൾ നമ്മൾ ഡമ്മി ആർഗ്യുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്തു. ഈ എക്സിന് ഓട്ടോമാറ്റിക്കലി ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. സപ്പോസ് ഇറ്റ് ഈസ് 3000. ഇതിലേക്ക് സ്റ്റോർ ചെയ്ത വാല്യൂ എന്താണ്? എയുടെ അഡ്രസ്സാണ്. അതേപോലെ വൈ എന്ന് പറഞ്ഞൊരു പോയിന്റർ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തു. സപ്പോസ് അഡ്രസ് ഈസ് 4000 ആൻഡ് വാട്ട് വിൽ ബി ദ വാല്യൂ? വൈയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചത് എന്താണ്? ബിയുടെ അഡ്രസ്സാണ്, അതായത് 2000 ആണ് ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇനി ടി എന്ന് പറഞ്ഞൊരു തേർഡ് വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ടിയുടെ അഡ്രസ് ഈസ് 5000. ഈ ടി എന്ന് പറഞ്ഞൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിനി സ്വാപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനി പ്രോഗ്രാമിൽ നമ്മൾ എന്താ പറഞ്ഞത്? ടി ഈക്വൽ ടു സ്റ്റാർ എക്സ്. എക്സ് സ്റ്റാർ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള, അതായത് 1000ൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ എടുത്ത് നമ്മൾ എവിടേക്ക് വയ്ക്കുകയാണ്? ടിയിലേക്ക് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു സ്റ്റാർ എക്സ് ഈക്വൽ ടു സ്റ്റാർ വൈ. എക്സ് ദാറ്റ് ഈസ് പോയിന്റ് ചെയ്യുന്ന അഡ്രസ്സ് 1000ലെ വാല്യൂ എന്ന് പറയുന്നത് എന്താക്കി കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു? സ്റ്റാർ വൈ പോയിന്റ് ചെയ്യുന്ന അഡ്രസ്സിലെ 2000ലെ വാല്യൂ 20ൽ എടുത്തിട്ട് 1000ൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അതേപോലെ നമ്മൾ പറഞ്ഞു സ്റ്റാർ വൈ ദാറ്റ് ഈസ് വൈ പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷനിലെ വാല്യൂ 2000ലെ വാല്യൂ എന്താക്കാൻ പറഞ്ഞു? ടി വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നോക്കൂ, കറക്ഷൻസ് അല്ലെങ്കിൽ അപ്ഡേഷൻസ് എവിടെയാണ് നടക്കുന്നത്? ഒറിജിനൽ ലൊക്കേഷൻസിലാണ് നടക്കുന്നത്. അപ്പോൾ ഒറിജിനൽ ലൊക്കേഷൻസിൽ മാറ്റങ്ങൾ വരുമ്പോൾ ദാറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റഡ് ഇൻ ദ
original location also. So that is a difference between call by value and call by reference. ഒരു പ്രാവശ്യം കൂടി പറയാം. കോൾ ബൈ വാല്യൂവിൽ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ വാല്യൂസ് ആയിരിക്കും ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യുക, ആൻഡ് ദാറ്റ് ഈസ് ബീങ് കോപ്പീഡ് ഓൺ ടു ദ ഡമ്മി ആർഗ്യുമെൻറ്റ്സ്, ആൻഡ് ഓൾ ദ ഫർദർ ചേഞ്ചസ് വിൽ ബി അപ്ഡേറ്റഡ് ഇൻ ദ ഡമ്മി ആർഗ്യുമെൻറ്റ്സ്. സോ ദ ചേഞ്ചസ് മെയ്ഡ് ഓൺ ടു ദ ഡമ്മി ആർഗ്യുമെൻറ്റ്സ് വിൽ നോട്ട് ബി റിഫ്ലക്റ്റഡ് ഇൻ ദ ഒറിജിനൽ ആർഗ്യുമെൻറ്റ്സ്, as the original arguments are the local variables of the calling function and the dummy arguments are the local variables of the called function. സോ അവിടെ അപ്ഡേഷൻസ് ഡമ്മിയിൽ വരുത്തി കഴിഞ്ഞാൽ ഒറിജിനലിൽ ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യില്ല. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമ്മൾ എന്തെങ്കിലും റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് കോളിംഗ് ഫംഗ്ഷനിലേക്ക് കിട്ടുള്ളൂ. പക്ഷെ കോൾ ബൈ റെഫറൻസിൽ നമ്മൾ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് വാല്യൂ വി ആർ പാസിങ് അഡ്രസ്. അങ്ങനെ അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻസ്? നമുക്ക് കറക്റ്റ് ലൊക്കേഷനിൽ ഈ ഫംഗ്ഷനിൽ നിന്നിട്ട് ആക്ച്വൽ ലൊക്കേഷൻസിൽ തന്നെ നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. അപ്പോൾ എത്ര വാല്യൂവിൽ ഞാൻ മാറ്റം വരുത്തിയാലും ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ കോളിംഗ് ഫംഗ്ഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മൾട്ടിപ്പിൾ വാല്യൂസ് റിട്ടേൺ ചെയ്യുന്ന ഒരു ഇഫക്റ്റ് അത് ജനറേറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് നോൺ ആസ് കോൾ ബൈ റെഫറൻസ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് പറഞ്ഞു, കോൾ ബൈ റെഫറൻസും കോൾ ബൈ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് വെരി ഇമ്പോർട്ടൻ്റ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് പുട്ട് ഫോർവേഡ് ദ ഡൗട്ട്സ് ഇൻ ദ ചാറ്റ് ബോക്സ്, and please like, share and subscribe the video. Once again, thank you.